ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും ഭയങ്കര കംപ്ലൈൻറ്റ് ചെയ്തു. ഞാൻ ആ മറ്റേ വെള്ള ടീഷർട്ടുമ്പോൾ പച്ച ലൈനില്ല, ആ മറ്റേ കടലാസും കന്നാസിൻ്റെ ടീഷർട്ട് ഇട്ട് ഇങ്ങനെ നടക്കലേന്. അപ്പോൾ എല്ലാവർക്കും ഒരു കംപ്ലൈൻറ്റ്, ഞാൻ വേറെ ഷർട്ട് ഇടുന്നില്ല, എൻ്റെ അടുത്ത് വേറെ ഡ്രസ്സില്ല എന്നൊക്കെ പറയുന്നത്. സംഭവം ശരിയാണ്, എൻ്റെ അടുത്ത് ഡ്രസ്സില്ല. കാരണം ഞാൻ കാനഡയിൽ നിന്ന് പോന്നപ്പോൾ അധികം ഡ്രസ്സൊന്നും കൊടുത്തിട്ടില്ല. നമുക്ക് ഡ്രസ്സ് പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാനാണ് വേണ്ടത്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ഡ്രസ്സ് കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് ഡ്രസ്സ് പുതിയത് കൊണ്ടുപോകാൻ നമുക്ക് ടാസ്ക് ആയിക്കാരം. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഡ്രസ്സ് വാങ്ങിയിട്ട് പോണ വഴിക്ക് നേരെ അങ്ങോട്ട് കാനഡയ്ക്ക് കൊണ്ടുപോകാമെന്നുള്ള മൈൻഡിലാണ് കുറച്ച് ഡ്രസ്സ് എടുത്ത് പോകുന്നത്. അതുകൊണ്ട് വന്ന കുറച്ച് ദിവസത്തെ ഡ്രസ്സില്ല, ഇപ്പോൾ ഡ്രസ്സില്ല. അപ്പോൾ ഞാനിങ്ങനെ ഇപ്പോഴൊക്കെ ആയിട്ട് ഡ്രസ്സും കാര്യങ്ങളും മേടിച്ച് തുടങ്ങിയിട്ടുണ്ടോ. ഇതിപ്പോൾ ഷർട്ടാട്ടോ, ഇനി ഇതിന് കമൻറ്റ് ഇട്ട് വരില്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ചെറിയൊരു സർപ്രൈസ് വ്ളോഗ്, ഒരു വലിയ സർപ്രൈസ് വ്ളോഗ്. വലിയൊരു സംഭവം എന്നല്ല, ഞാൻ ചെറിയൊരു സംഭവമേ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യേണ്ടേനി. അതായത് വൈഫിന് അതേപോലെ വീട്ടിലും ഒരു വണ്ടിയുടെ പോരായ്മ ഉണ്ടായിരുന്നു. അതായത് നമുക്ക് 2 വീലർ ഉണ്ടേനു, വണ്ടി വീട്ടിലൊരു ആക്റ്റീവ ഉണ്ടായിരുന്നു. ആ ആക്റ്റീവ കൊടുത്ത് അതോടുകൂടി വൈഫിന് പിന്നെ കോളേജിൽ പോകാനൊക്കെ ടാസ്ക്കായി. ഓൾക്ക് വണ്ടിയില്ല, ഓൾ ബസ്സിന് പോക്ക് നടക്കില്ല, ടാസ്ക്കാണെന്നൊക്കെ പറഞ്ഞ് തിക്കി തിരക്കി പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പിന്നാലെ കൊണ്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നമുക്ക് എടുക്കാം, പൈസ ഉണ്ടാകുമ്പോൾ എടുക്കാം, ആക്കം പോലെ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഓളെ ഇങ്ങനെ ലാഗാക്കി കൊണ്ടുപോയിന്. ഇപ്പോൾ വെക്കേഷൻ്റെ ടൈമാണ്, ഇനിയിപ്പോൾ കോളേജ് അടുത്ത മാസം തുറക്കും. അപ്പോഴത്തേക്ക് ഓൾക്ക് കോളേജിൽ കൊണ്ടുപോകാൻ വണ്ടി ഇല്ലാത്തതുകൊണ്ട് അതിലേക്ക് സെറ്റാക്കാന്നുള്ള രീതിയിലൊക്കെ ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചേക്കേന്. അപ്പോൾ ഇൻഷാല്ലാ നമ്മളെ പരിപാടി ഇന്നത്തോടു കൂടി നമുക്ക് തീരുമാനമാക്കാൻ പറ്റുമെന്ന് കരുതുന്നു. ഞാനിപ്പോൾ ഒരു 2 ആഴ്ചയായിട്ടേ ഒരു വണ്ടി എടുക്കണതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ പിന്നാലേനി. അപ്പോൾ ഇന്ന് ഷോറൂമിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു വണ്ടി ഡെലിവറി ചെയ്യാൻ റെഡിയാണ്, വണ്ടി കാര്യങ്ങളൊക്കെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണം, ഇന്ന് വണ്ടി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് എനിക്കാണെങ്കിൽ ഇന്ന് ഇത് കഴിഞ്ഞിട്ട് ഒരു കല്യാണത്തിനും പോകണം. അപ്പോൾ നമ്മളിപ്പോൾ കരുതുന്നത് വെച്ചാൽ ഞാനിപ്പോൾ ഷോറൂമിൻ്റെ അടുത്തായിട്ടുള്ളത്, ഷോറൂമിൻ്റെ അടുത്താണുള്ളത്. നമ്മൾ വണ്ടി അവിടെ ഉണ്ട്, ആ കൂട്ടത്തിൽ വണ്ടി ഇപ്പം കാണിക്കണം, വണ്ടി നമുക്ക് കാണിച്ചു തരാം. ഞാനെന്താ കരുതുന്നത് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ കടയിലുണ്ടാവും. ആദ്യം ഉപ്പാനെ സർപ്രൈസ് ചെയ്യാം, നമുക്ക് എല്ലാവരും സർപ്രൈസ് ചെയ്യണം ഈ വീഡിയോയിൽ. അപ്പോൾ തുടക്കം മുതൽ അവസാനം വരെ ഓരോരുത്തർ സർപ്രൈസ് ചെയ്യുന്ന ഒരു വ്ളോഗിക്കാരത്. അധികം ആൾക്കാരൊന്നുമില്ല, എൻ്റെ വീട്ടിലെ ആൾക്കാർ, ഉമ്മാനെയും ഉപ്പാനെയും അതേപോലെ വൈഫിനെയും. അപ്പോൾ ആദ്യം നമുക്ക് ഉപ്പാനെ ഷോറൂമിലേക്ക് വിളിച്ചു വരുത്താം. ഞാൻ എന്താ കരുതുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാറ് ഇവിടെ നിർത്തിയിട്ടിരിക്കണേ ഞാൻ. അപ്പോൾ കാറ് ബ്രേക്ക് ഡൗൺ ആയിക്കണേ. അപ്പോൾ നിങ്ങൾ കാറിൻ്റെ അടുത്തേക്ക് ഒന്ന് വരിയെന്ന് പറഞ്ഞാണ്ട് ഇങ്ങോട്ട് ഉപ്പാനെ വിളിച്ച് വരുത്താനുള്ള പരിപാടിയാണ്. ഉപ്പാനെ വിളിച്ച് വരുത്തിയിട്ട് നമ്മൾ വണ്ടി എടുത്തു എന്നുള്ള രീതിയിൽ ആ വണ്ടി വാങ്ങി പോരി എന്ന് ഉപ്പാനോട് പറയുന്ന സംഭവമാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. എന്തായാലും നോക്കി നോക്കാം എത്രത്തോളം ഇത് വിജയകരമാവും എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഞാൻ ഉപ്പാനെ വിളിച്ച് നോക്കട്ടെ. ഓക്കെ അല്ലേ? അപ്പോൾ ഗൈസ്, ഞാനേ ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട് വണ്ടിൻ്റെ ബോണറ്റ് പൊന്തിച്ചേക്കാണ്. എന്നിട്ട് വാപ്പാനോട് പറയാം എന്താ വണ്ടി എന്തോ ബ്രേക്ക് ഡൗൺ ആയിക്കണേ, നിങ്ങളൊന്ന് വരിക ഒന്ന് നോക്കി അറിയാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ബോണറ്റ് പൊന്തിച്ചേക്കാം. അപ്പോൾ ഇനി വരുന്ന സമയത്ത് വലിയ ഡൗട്ട് തോന്നേണ്ട കരുതിയിട്ട് നമുക്കത് ചെയ്യാന്നുള്ള മൈൻഡിലാണ് ഞാൻ. ഏതായാലും ബോണറ്റ് പൊന്തിച്ചേക്കുന്നുണ്ട്. എന്നിട്ട് ബാപ്പാനെ വിളിക്കാനുള്ള പരിപാടിയാണ്. അതിലെ പോന്നാ അതിലെ ഫോൺ ഫോട്ടോ എടുക്കാനോ? ഞാൻ നമ്മൾ വ്ളോഗിൻ്റെ ഇടയില്ല, വ്ളോഗ് കേട്ടെ, നമുക്ക് ഫോട്ടോ എടുക്കാൻ വന്നിട്ടുണ്ട്. ആയിക്കോട്ടെ, വ്ളോഗിന്റെ ഇടയില് വളരെ സന്തോഷം. അതേമാതിരി എന്റെ വ്ളോഗ് കണ്ടോളിട്ടോ, ഉണ്ടല്ലേ? ആയിക്കോട്ടെ, നല്ല സന്തോഷം. അതൊക്കെ കണ്ടില്ലേ? ഇനിയിപ്പോ ഞാൻ പെണ്ണുങ്ങൾക്ക് വണ്ടി എടുക്കാൻ പോകുന്നതാണ്. ഞാൻ അത് സർപ്രൈസ് ആണ്. സന്തോഷം. നിങ്ങൾ എവിടെ സ്ഥലം? വാണിയമ്പലത്തിലെ. അത് ശരി, എവിടുന്ന് വരുന്നേ? സൗദിയിലാണല്ലേ? ആ ശരി, ഓക്കെ 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 ഓക്കെ. ആയിക്കോട്ടെ. അസറൊക്കെ ഇന്നലെ ഉണ്ടേനി ഇവിടെ. ഓലെ എല്ലാരും പാടെ ഇന്ന് ക്യാമ്പിന് പോയിക്കാ തോന്നണേ. എനിക്കൊന്നും കൂടിയില്ല, എനിക്ക് എന്റെ കൂട്ടുകാരനെ കല്യാണം ഉണ്ട്. ആയിക്കോട്ടെ, സന്തോഷം. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ നമ്മളെ വ്ളോഗിന്റെ ഇടയില് ഇഞ്ചപ്പം ഫോട്ടോ എടുക്കാനും ആൾക്കാർ ഇച്ചന്നെ കുറവായി. അപ്പൊ ഞാൻ ബോണറ്റ് പൊന്തി വെച്ചിട്ടുണ്ടോ, അത് കാട്ടി കൊടുത്താ. ബോണറ്റ് പൊന്തി വെച്ചിക്കണേ. ഇനി നമുക്ക് നൈസിൽ വാപ്പാനെ വിളിച്ചാ. അതിലാ ഇതോ തുറന്നാ. ഇനി ഇപ്പാനെ വിളിക്കട്ടെട്ടാ. ഇപ്പാന്റെ നമ്പർ, ഇപ്പാന്റെ പുതിയ നമ്പറാ. ഇപ്പാനെ വിളിക്കട്ടോ. വണ്ടി ഇവിടെ കുറ്റി പള്ളിന് മുന്നിൽ കയറാൻ പറയാം അല്ലേ? സുസൂക്കി എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോ ഇജൊരു കാര്യം ചെയ്യണം. ഇജ് ബൈക്കൊന്നും ഇങ്ങോട്ട് പോരും, ഇജ് അവിടുന്ന് ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യേണ്ടി വരും കേട്ടോ. ഞാൻ വണ്ടീൻ്റെ അവിടെ നിൽക്കാം.
എന്തായാലും വോയിസ് കിട്ടുമല്ലോ. ഇജ്ജ് അവിടെ നിന്നോ, ഞാൻ ഏതായാലും ഇപ്പനെ വിളിക്കട്ടെ. അതാ ഇത് പിന്നെ ലോക്കായി. അതൊന്നും ലോക്ക് ഓർന്നാ ഒന്ന്. ഓക്കെ, ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ അവിടെ നിൽക്കാം, അത് അറിയില്ല. ദേ ഇന്നാ വിളിച്ചോണ്ടേടാ. വിളിക്കാട്ടോ. ഗായ്സ് ബാപ്പ ഫോൺ എടുക്കണില്ല, ആകെ ഡിസ്കായോ. അടക്കിട്ടോ, അടക്ക്. മറ്റേ നമ്പർ അടിച്ചോട്ടെ. അവിടെ വൻ തിരക്കിലേക്കാരേ. എന്തായാലും വിളിച്ചോക്കാം. ഓണാ അപ്പോൾ. ഹലോ ഹലോ ഹലോ. അപ്പൊ ആവണേ നിങ്ങളെ പീടിയില്ല? നിങ്ങള് കുറ്റിക്കൊന്ന് വരുമോ? ആ പള്ളിൻ്റെ കൊടുക്ക്. വണ്ടി എത്രയായിട്ട് സ്റ്റാർട്ട് ആവണില്ല, സംഭവം അറിയില്ല. ആ കാറ് ഓട്ടത്തിൽ നിന്നാ. ഓയിലൊന്നും കമ്മിയില്ലല്ലോ അതില്. ഞാൻ പള്ളിൻ്റെ അവിടെ ഉണ്ട്, റോഡ് സൈഡിൽ തന്നെ ഉണ്ട്. ഏനെ സ്റ്റാർട്ടാക്കാൻ നോക്കണ്ടല്ലേ? ഞാൻ അവിടെ വണ്ടി സൈഡാക്കി നിർത്തിയാണ്. ആ അപ്പോൾ ഇപ്പാനോട് വണ്ടി സ്റ്റാർട്ട് ആവണില്ല, ഞാൻ വണ്ടി അവിടെ പള്ളീൻ്റെ അവിടെ സൈഡാക്കിക്കണം, ഇങ്ങോട്ടൊന്ന് വരിക പറഞ്ഞേക്കാം കേട്ടോ. വണ്ടി സ്റ്റാർട്ടാക്കല്ലേ എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ വരാൻ പറഞ്ഞിരിക്കണേ. ഇനിയിപ്പോൾ ആകെ വേജറായി വരും കേട്ടോ. ചെറുക്കം കൊണ്ടുപോയി വണ്ടിയൊക്കെ കേട്ടെടുത്ത് ആകെ ടെൻഷൻ ആയിക്കാണ്ടൊക്കെ വരുന്നു. ആ അല്ല, നമ്മൾ വണ്ടി ഇവിടെ കൊണ്ടുവന്നിടണോ വരുമ്പോൾ? അല്ല മറ്റേത് സ്കൂട്ടർ അത് കൊണ്ടുവന്നിടാൻ പറഞ്ഞാലോ. എന്നാ ആ ഡെലിവറിക്ക് എന്നാ അങ്ങനെ ചെയ്യാൻ മതി. ഇപ്പൊ വരും അവിടെ കൊണ്ടുവന്നിടി. ഇപ്പൊ ഒരാൾ വരും, എല്ലാരും മോട്ടറാക്കണം. നമുക്ക് ആദില ഇജില്ലേ, ഇജിങ്ങനെ നിന്നാ ചിലപ്പോ മനസ്സിലാവും. ഇജൊരു നാക്കില് ഒരു ഹിഡൻ സാധനോ. എല്ലാരും ഇങ്ങനൊക്കെ അല്ലേട്ടോ. വണ്ടിന്റെ അടുത്തേക്കോ ആദില, ഇജ് വണ്ടിന്റെ അടുത്തേക്കോ അഞ്ചപ്പം വാ. ആ ക്ലോത്ത് ഇട്. ആ ക്ലോത്ത് കൊണ്ടേ ചില്ലറ പരിപാടിയാണ്. രുജു ആ വണ്ടിന്റെ അടുത്തേക്ക് വാ. അതിലേ അത് എടുക്കണ്ട, അത് ഇപ്പൊ തന്നെയാണ്. ആ ഇപ്പൊ എന്നെ വിളിച്ചിട്ടുണ്ട്, ഇപ്പൊ വിളിച്ചിട്ടുണ്ടോ അവിടെ? ഹലോ ഇതെന്താണ് എടാ ഇത്? ആ പിന്നെ ചാവി ഓണാക്കിയാലേ ഡാഷിൽ എന്തൊക്കെയാ ലൈറ്റുകളെ വെക്കണേ? ഡാഷില് എൻജിൻ മോർണിംഗ് ഉണ്ട്. പിന്നെ എൻജിൻ മോർണിംഗ് തന്നെ ഉള്ളൂ, വേറൊന്നുമില്ല. ഇല്ലേ നോക്കി വണ്ടി ഓഫായി. എന്തേലും വാണിംഗ് ലൈറ്റ് ഉണ്ടോ ചോദിച്ചാ? എൻജിൻ ലൈറ്റ് ഓണാണ്. ഇജില്ലേ? ഇജടെ നിന്നോ? അങ്ങനെയൊക്കെ പറയല്ലേ? സെറ്റാ വ്യൂ പറഞ്ഞാ ഇരുട്ടായിരുന്നേ. നോക്കട്ടെ, ഞാൻ പോയോട്ടെ. വ്യൂ ഓക്കെയാണ്.
ഇപ്പൊ വരും. ആളെ മൂത്താപ്പല്ല, മൂത്താപ്പാനെ കാത്തിക്കാണ്. ഇപ്പൊ വരാറുണ്ട്. അല്ല ഒക്കെ സെറ്റാണ്. ഞാൻ ഇപ്പൊ എന്താ പറഞ്ഞാല് വണ്ടി ഓട്ടത്തിന്റെ ഇടയിലൊന്നും നിന്ന് പറഞ്ഞിക്കാണ്. വീഡിയോ കൂടെ ഞാൻ അത് വരുന്നുണ്ട്. ഇജ്ജ് പോ, ക്യാമറ എടുത്ത് പോ ജസ്വല. എന്താ ഇക്കാരം അത് അയച്ചോക്കണോ? അതേ ഇക്കാരോ വാണിംഗ് ഉണ്ട്, എൻജിൻ വാണിംഗ് ഉണ്ട്. സെൽഫ് തന്നെ പമ്പിന് പണിയൊക്കെ പമ്പ് സർവീസ് ചെയ്യേണ്ടി വരും. സാധനം വെറും പമ്പ്, അതുള്ളൊരു പണി. വേറൊരു പാന വരില്ല. ഇങ്ങനെ അടിച്ചാണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് അടിച്ച സ്റ്റാർട്ടാവും. പമ്പ് സാധനം സ്റ്റാർട്ടാവും. അത് അമർത്തിക്കളി ഫുൾ ടൈറ്റ് ആക്കല്. ഇനിയിപ്പോ ഇതിമ്മ കൊറേ മല്ലി കാട്ടണ്ട. ഇതിമ്മലേ കൊറേ മല്ലി കാട്ടണ്ട. അവിടെ കൊടുത്തളി. ഞാൻ ഇവിടെ ഒരു സാധനം പറഞ്ഞാണ്. അവൻ പോയോക്കാം. വണ്ടിയല്ലേ പോയോക്കാം. ആ അല്ല അപ്പൊ ഇവിടുന്ന് സ്ക്രൂ ഡ്രൈവർ ഇട്ടില്ലല്ലോ. അവിടെ ഇത് ഇതിനൊരു കുഴപ്പമല്ലേ? ഞാൻ കൊണ്ടെടുക്കണല്ലേ. അങ്ങോട്ട് പോരി. വണ്ടി അവിടെയാണ്. വണ്ടി പറ്റുമോ നോക്കി. അത് പോലും നോക്കിക്കോളും. ഇതിന് പ്രശ്നമില്ലേ? ഉറപ്പല്ലേ? ആ ഉറപ്പാണ്. അത് നിങ്ങള് മേടിച്ചണ്ടേ. നിങ്ങള് ബേജാറാണ്ടേ. വണ്ടി ഈ വണ്ടി പറ്റൂല നമുക്ക്. ഇതെങ്ങനെയുണ്ട് വണ്ടി? ഇതാണ് നമ്മളെ വണ്ടി കേട്ടോ. മൂപ്പരാകെ ബേജാറാക്കണ്. മൂപ്പര ആറ്റി നോറ്റി വാങ്ങിയ വണ്ടി കേടത്തിക്കണെന്നും പറഞ്ഞാണ്ടാണ് ഞാൻ കൊണ്ടുവന്നിക്കണേ. അതിലാകെ ബേജാറായി പിടിന്നിട്ട് പോന്നതാണ്. അപ്പൊ ഇതാണ് നമ്മളെ വണ്ടി. കുടി പറഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കും ഉമ്മാക്കൊന്നും അറിയില്ല. അപ്പൊ നിങ്ങൾ കൊണ്ടണ്ട. ഓക്ക് ഇപ്പൊ ഇന്ന് ഇത് സർപ്രൈസ് ആക്കാൻ പറ്റുമോ അറിയില്ല. ഉമ്മാനെ പിന്നെ കാര്യം പറ്റിച്ച അതിനങ്ങോട്ട് കുടിക്ക് കൊണ്ടുപോല. ഇത് നമുക്ക് തീരുമാനാക്കാം. ഇത് അങ്ങോട്ട് തീരുമാനാക്കിയല്ലോ. ചാവി കൂടെ ഏറ്റു വാങ്ങി. ഇജ്ജ് വേറെ ഫോണിൽ ഫോട്ടോ എടുക്കോ? ഫോട്ടോ എടുക്കട്ടോ. അല്ലാ ഇവൽക്കാണെങ്കിൽ ഷോറൂം അടക്കാനായി. നിങ്ങളെ വിളിച്ചിട്ട് കിട്ടണില്ല. എന്നിട്ട് ഞാൻ മൂത്താപ്പാക്ക് വിളിച്ചപ്പോ ഷിഫയാണ് ഫോൺ എടുത്ത് തോന്നുന്നു. ഓലയില് പോയിക്കണോ? ആ വെറുതെ അല്ല. ഞാൻ അവിടെ വന്ന് നോക്കി. അവിടെ പിന്നെ പീടിൽ ചാർജർക്ക് എന്തേലും ആണോ എന്താ സംഭവം അറിയില്ല. അപ്പൊ അവിടെ തിരക്കൂല. ശരി. അല്ല ഇപ്പൊ ഞമ്മളിലാറില്ല ആക്ക് ബല ഓണല്ലേ. അപ്പൊ നമ്മളെ എന്താണ് ഇതിനെന്താ പറയാ? ആ എന്തായാലും ആയിക്കോട്ടെ. ചാവി വാങ്ങൽ സെറിമണി ഐശ്വര്യായിട്ട് ഇപ്പന്നെ വാങ്ങട്ടെ. ഏതാ ഇൻഷുറൻസിന്റെ കാര്യം? ആ പറഞ്ഞന്നളി. ഇനിയിപ്പോ എന്താ സന്തോഷം. ഇത് വീഡിയോ ആണ്. ഇത് യൂട്യൂബിൽ വരും. ഫോട്ടോ എടുക്കണില്ലേ? ഹെൽമെറ്റ് രണ്ടെണ്ണല്ലോ. ഒന്നുള്ളൂ അല്ലേ? ഓക്കെ. ഇനി എന്താ ഉള്ളത്? വേറെ ഒന്നുമില്ല. അതും തരി. എല്ലാം തരി. വണ്ടി കളർ ഏതേക്കാരം? ഗസ് മാറ്റ് ഏതേക്കാരം? ഗസ് കറക്റ്റാട്ടോ. ഒറിജിനൽ സർവീസ് ബുക്കിന്റെ ഒപ്പം. ഫസ്റ്റത്തെ ഒരു വർഷം ബമ്പറും ബാക്കി 4 വർഷം തേർഡ് പാർട്ടി.
1 വർഷം കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പുതുക്കാം. ഇപ്പൊ നിങ്ങൾ തന്നെ വിളിച്ചോല്ലേ? അല്ല 1 വർഷം കഴിഞ്ഞാൽ ബമ്പർ ടു ബമ്പർ ആക്കാൻ അപ്പൊ പുറത്തുനിന്ന് എടുക്കാം. ഇവിടുന്ന് എടുക്കാൻ നല്ലത് നിങ്ങൾക്ക്. ഇവിടുന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാത്തിനും അവിടെ കോൺടാക്ട് ചെയ്യണ്ടേ. മീൻസ് ക്ലെയിം എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ കമ്പയർ ചെയ്തിട്ട് നോക്കിയിട്ട് എങ്ങനെ ചെയ്യാം. ഉറപ്പല്ലേ? ഏകദേശം 1200 വരും. 1200 ബമ്പർ ടു ബമ്പറിനോ? ഇനി റിന്യൂ ചെയ്യാന് 1 വർഷം കഴിഞ്ഞിട്ട് ചെയ്യാം. അപ്പൊ നോക്കാം. ഇനിയിപ്പോ 1 വർഷം ആയിക്കോട്ടെ. നല്ലത് 1 വർഷത്തേക്കാണ് പൊല്യൂഷൻ വരിക. ഓക്കെ അത് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ. ആർസി ഡിജിറ്റൽ ആർസി ഡിജിറ്റൽ ആർസിയാ? അതായത് ഓൺലൈൻ അതിലാ എനിക്ക് അതിന്റെ പ്രോസസ് അറിയില്ല. ഡിജിറ്റൽ ആർസിയാണ് പറഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ. സർവീസിൻ്റെത് ഫസ്റ്റ് സർവീസ് ഒക്കെ എങ്ങനെ? അല്ല സ്റ്റാർട്ടിങ്ങിന്റെ കാര്യത്തിൽ വല്ല തീരുമാനം ഉണ്ടോ? അപ്പൊ ഇതിന് ഇപ്പോഴും പഴയ പോലെ തേങ്ങ ചിരണ്ടണ കാര്യത്തിന്റെ സ്റ്റാർട്ട് ആവുക സ്റ്റാർട്ടിങ്ങിന്റെ കാര്യത്തില് ഇല്ലെങ്കിൽ ഇത് പൊക്കിയാൽ മതി. ഇതിലുണ്ടാവും അല്ലെങ്കിൽ സീറ്റ് പൊക്കിയാൽ ഇതിന്റെ അടിയിലുണ്ട്. ഓക്കെ. സ്റ്റാർട്ടിങ് ഇപ്പോഴും പഴയ പോലെ തേങ്ങ ചിരണ്ടണ കാര്യത്തിന്റെ സ്റ്റാർട്ട് ആവും. മാറിയിട്ടുണ്ടോ? മാറിയോ? നോക്കിത്തരാം. അടിപൊളിയാ. ഉറപ്പല്ലേ? അപ്പൊ സെറ്റ് ഇന്ന് ഈ തുണി കറക്റ്റ് ആയിട്ട് ചെയ്തോട്ടോ. അത് ചെയ്യാം. ഫസ്റ്റ് സർവീസ് എത്രയില്ല? 150 കിലോമീറ്റർ ഓക്കെ. അല്ലെങ്കിൽ 45 ദിവസം. നാളെ ഒരു ഊട്ടി അടിച്ചിട്ട് വേഗം വരാം. ഓക്കെ 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 ഓക്കെ. ഹെൽമെറ്റും കിട്ടി. സേഫ് ആക്കിയാണ് തലയിൽ വെച്ചത് ഫസ്റ്റ്. ഓക്കെ താങ്ക് യു. എന്നാ ഇത് ഈ തുണി നിങ്ങൾ തന്നെയാണ് മാടിക്കളി. ഫസ്റ്റ് റൈഡ് കഴിഞ്ഞോ? ഡ്യൂട്ടി കഴിഞ്ഞോ? മാടിച്ചളി. ഏയ് ഉസാർ. മാഷാല്ലാ അടിപൊളി അടിപൊളി. സൂപ്പർ. എങ്ങനെയുണ്ട് വണ്ടി? വണ്ടി സെറ്റാ. അല്ല ഇതാ മാറ്റ്. ഓക്കെ അവൻ പറ്റിച്ചുല്ലേ? ഇതിന്റെ പരിപാടി എന്ന് പറഞ്ഞത് അത് ഓണാണ്. അതെടുക്കട്ടെ. ഓണ് ഇപ്പൊ തന്നെ എഞ്ചിലേറ്റോ കത്തുണ്ട്. എന്താ പരിപാടി? അത് പുതുതല്ലേ? എനിക്ക് പേഴ്സണലി പഴയ വണ്ടീൻ്റെ താല്പര്യം കേട്ടോ. ഇപ്പോഴത്തെ ഡിസൈനിനെക്കാളും ഇഷ്ടം ഇതിനെ തൊട്ട് മുമ്പത്തെ ഡിസൈനിന്. ഇപ്പോഴത്തെ ഒരു ഓക്കെ അത്രേ ഉള്ളൂ അല്ലേ? പഴയ വണ്ടീനെ ഒന്നുകൂടി ഭംഗി. എന്നാ പിന്നെ നിങ്ങള് വണ്ടി എടുത്തോളി. ഇപ്പൊ പോവും കേട്ടോ. ഒറ്റ നെക്കലിട്ട ഓണായപ്പോ വിട്ടാ മതി. ഓണായി. എന്നാലും ഇത്രയ്ക്ക് ഓക്കെ ആണെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോഴും എത്തിയിട്ടില്ല. ഇതിന്റെ കാര്യം പറയാലോ. ഇവിടെ അവരെ ഷോറൂമിനെ മുന്നിട്ടാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല. സ്റ്റാർട്ടിങ്ങിന്റെ കാര്യത്തിൽ നമുക്ക് പോകല്ലേ? അത് ഓല് പറയട്ടല്ലേ. പോട്ടെ 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 പോട്ടെ. 1,26,000 പോണേ. പോണ്. ഓക്കെ. അപ്പോൾ ഗൈസ് ഇന്നലെ നമ്മൾ വാപ്പക്ക് സർപ്രൈസ് കൊടുത്തു. അതായത് വാപ്പാനെ ഷോറൂമിലേക്ക് എത്തിച്ച് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും വാപ്പ വന്നു. വണ്ടി കാര്യങ്ങൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞു. ഞാൻ എന്നിട്ട് ഈ വണ്ടി ഇന്നലെ കൂട്ടുകാരൻ്റെ വീട്ടിലിട്ടേക്കുന്നു കേട്ടോ. കാരണം എനിക്ക് ആ ഡെലിവറി കഴിഞ്ഞ ഉടനെ ഒരു കല്യാണത്തിന് വേണ്ടേനി. അപ്പോൾ വൈഫിനെ സർപ്രൈസ് ചെയ്യാൻ അപ്പോൾ ഒരു ഓപ്ഷൻ ഇല്ലേനി. അപ്പോൾ തൽക്കാലം ഫ്രണ്ടിൻ്റെ വീട്ടിൽ വണ്ടി ഇട്ടേക്കേനി. ഇപ്പോൾ ഇന്ന് ഓളെ അമ്മോൻ്റെ കുട്ടീൻ്റെ കല്യാണമാണ്. അപ്പോൾ ഓൾ വീട്ടിൽ ഒരുങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. ഞാൻ അവിടുത്തെ പറഞ്ഞു എനിക്ക് കൂട്ടുകാരൻ്റെ അടുത്തൊന്ന് പോകണം എന്ന് പറഞ്ഞാണ്ട് വണ്ടി എന്ത് ചെയ്തു, കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ എല്ലാം ഇവിടെ ഒരു ടൗൺ സ്ക്വയർ പാർക്കുണ്ട്. പാർക്കിൻ്റെ അടുത്ത് പുറകിലുള്ള സ്ഥലത്ത് റെസ്റ്റ് ഹൗസിൻ്റെ അടുത്ത് വണ്ടി പാർക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഇനി നമ്മളെ പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇനി വീട്ടിൽ പോയിട്ട് ഓളെ പിക്ക് ചെയ്യും. എന്ത് കല്യാണത്തിന് പോകണമല്ലോ. അപ്പോൾ അതിന് ഓളെ പിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ജസ്ഫൽ നമ്മൾ കൂട്ടുകാരൻ ലൈബ്രറിൻ്റെ ഫ്രണ്ടിലുണ്ടാവും. നമ്മൾ ഇരിക്കുന്ന സ്ഥലമാട്ടോ ലൈബ്രറി. അപ്പോൾ ലൈബ്രറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് യാദൃശികമായി നമ്മൾ കാണുന്ന രീതിയിലായിരിക്കും നമ്മൾ അഭിനയിക്കുക. അങ്ങനെ യാദൃശികമായി ഓനെ കാണുന്നു. അപ്പോൾ എന്നോട് പറയും ഈ ഇന്ന റെസ്റ്റ് ഹൗസിൻ്റെ കൊടുക്കുന്ന ആക്കിക്കൊണ്ടാന്ന് പറയും. അപ്പോൾ നമ്മൾ നേരെ റെസ്റ്റ് ഹൗസിൻ്റെ കൊടുക്ക് ജസ്ഫലിനെ ആക്കാൻ എന്ന വ്യാജേന ഇങ്ങോട്ട് വരും. ഇവിടെ അതിലും എൻ്റെ വേറൊരു കൂട്ടുകാരുണ്ട് ഷെംവിയിൽ. ഒരു രണ്ടാളും വണ്ടിയും ഇരിക്കുന്നുണ്ടാവും. എന്നിട്ട് നൈസിൽ ഞാൻ ആ കൂട്ടത്തിലേ ആ സമയത്ത് നമ്മളെ കാര്യം റിവീൽ ചെയ്യാന്നുള്ള മൈൻഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പ്ലാൻ എത്രത്തോളം വിജയകരമാകുമെന്ന് നമുക്കറിയില്ല. എന്തായാലും കണ്ടറിയാം. ഇനിയിപ്പോൾ ഞാനേ ഓക്ക് വിളിച്ചിട്ട് വീട്ടിലെ ഒരുക്കങ്ങൾ കഴിഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഓളെ പോയി കൊണ്ടുവരട്ടെ. ആ കൂട്ടത്തിൽ നമ്മൾ ഓൾറെഡി ഓളെ മുന്നിൽ നിന്ന് വേറൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഇന്നലെ തന്നെ ഓളോട് പറഞ്ഞിരിക്കണേ നമുക്ക് കല്യാണത്തിൻ്റെ വ്ളോഗ് എടുക്കണം എന്ന് പറഞ്ഞിരിക്കണേ. കാരണം എന്താ വെച്ചാൽ
ഇനിയിപ്പോൾ ഞാൻ അവിടുന്ന് വ്ളോഗ് എടുത്ത് പോകുന്ന കഴിഞ്ഞാൽ ഓക്കെ ചിലപ്പോൾ ഡൗട്ട് അടിച്ചും വേറെ എന്തോ സംഭവം ഉണ്ട് എന്നുള്ള ഡൗട്ട് അടിക്കും. അപ്പോൾ ആ ഡൗട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേറൊരു വ്ളോഗിൽ അഭിനയിക്കണ പോലെ ഞാൻ വീട്ടിൽ നിന്ന് ഒരു വ്ളോഗ് എടുത്ത് പോരും. അതായത് ഞാൻ അവിടുന്ന് ഇടുന്ന വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യാൻ ചിലപ്പോൾ ഹലോ ഗൈസ് വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കയറിയാൽ ചിലപ്പോൾ ഞാൻ തുടങ്ങുക. പക്ഷേ സംഗതി നമ്മളെ വ്ളോഗിൻ്റെ ഉള്ളിലെ വ്ളോഗാണെന്നുള്ളത് ഓളെ അറിയരുത്. അപ്പോൾ ഏതായാലും വീട്ടിൽ പോയിട്ട് ഇനി ഓളെ കൊണ്ടുവരട്ടെ, എന്നിട്ട് നേരെ ഇങ്ങോട്ട് പോരാ. അപ്പോൾ അടുത്ത നാടകീയ രംഗങ്ങൾ എങ്ങനെയാവും എന്നില്ല നമുക്ക് കണ്ടറിയാം. ഓക്കെ, അപ്പോൾ ഹലോ ഗൈസ്, നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കല്യാണം ഉണ്ട്. കല്യാണം വേറെ എവിടെയല്ല, വൈഫിൻ്റെ ഉമ്മാൻ്റെ വീട്ടിലാണ്. വൈഫിൻ്റെ മോൻ്റെ കല്യാണമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മഞ്ചേരി പോവാണ്. എവിടെ നിന്നാണ് പെണ്ണ്? പാണക്കാട് നിന്നാണ് പെണ്ണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് കംപ്ലീറ്റ്ലി ഫാമിലീൻ്റെ കൂടെ ആയിരിക്കും, അതായത് വൈഫിൻ്റെ ഫാമിലീൻ്റെ കൂടെ ആയിരിക്കും കേട്ടോ. അപ്പോൾ പോണ വൈക്ക് എന്തൊക്കെ കാര്യങ്ങൾ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് വയ്യെ കാണാം. അപ്പോൾ ഗൈസ് വൈക്കെന്ന് നമുക്ക് ജസ്ഫലിനെ കിട്ടിട്ടോ. ജസ്ഫലിനെ റെസ്റ്റ് ഹൗസിൽ ഇറക്കണം എന്നാണ്. റെസ്റ്റ് ഹൗസിൽ നമുക്ക് ഒരുപാട് ഓർമ്മകൾ, എൻ്റെ ചെറുപ്പം മൊത്തം കിടക്കുന്ന സ്ഥലമാണ് റെസ്റ്റ് ഹൗസ്. അപ്പോൾ ആ റെസ്റ്റ് ഹൗസിലേക്കാണ് ഞാൻ പോകുന്നത്. ഇതെത്തി നമ്മളാണ് റോങ്, പിന്നെ ബസ്സുകാരനൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, നമ്മൾ ഇതിൽ തിരിയണ കാരണം. ഏതാ റെസ്റ്റ് ഹൗസ്? ഇതിൽ ഞാൻ കാണിച്ചു തരാം. എൻ്റെ കുറേ ഓർമ്മകളുള്ള സ്ഥലമാണ് റെസ്റ്റ് ഹൗസ്. റെസ്റ്റ് ഹൗസിലെ ഓർമ്മകൾ ഞങ്ങൾക്ക് എന്നും പ്രിയപ്പെട്ടതാണ്. റെസ്റ്റ് ഹൗസിൻ്റെ ജഡ്ജി ഉണ്ട്, വൺ മിസ്റ്റർ ദിൽനാസ് ചാത്തോലി. ആളിപ്പോൾ ഇന്ത്യൻ ആർമിക്ക് വേണ്ടി എന്താ പറയുക അങ്ങ് ബോർഡറിൽ പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എങ്കിൽ കൂടി ഞങ്ങളുടെ ഓർമ്മകൾ, ഇന്ത്യൻ ജസ്ഫലിൻ്റെ ഒക്കെ കുറേ ഓർമ്മകളുണ്ട് ഇവിടെ. ഞങ്ങളെ ചൈൽഡ്ഹുഡ് വരുന്നുള്ളേ. ആരാണേ? സെന്താണ്? സെന്തൊക്കെ ഉണ്ടല്ലേ അവിടെ. ഇതാണ് ഞങ്ങളെ ഗ്രൗണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങളെ ഗ്രൗണ്ട് കാര്യങ്ങൾ. ഇത് ഈ മൂച്ചി ഇതിമ്മത്തെ മാങ്ങ, അത് ബ്രിട്ടീഷുകാരെ ബിൽഡിങ്ങാ അത് കാണുന്നത്. ഡിസ്ക് ഒക്കെ ഉണ്ട് അവിടെ. ഓക്കെ, ഇനി എനിക്ക് ഇവിടെ ഒരു സാധനം ഉണ്ട്. ഇവിടെ ഞങ്ങളെ ഓർമ്മകൾ പറഞ്ഞുതരാം. ആ നെല്ലിക്കാമരം ഇതാണ്. കേറ് ജസ്റ്റല്ലേ, ആ നെല്ലിക്കാമരം കാണിച്ചു കൊടുക്ക്. ചെക്കന്മാരുണ്ടല്ലോ. ഏയ് എത്തവട്ടം സെറ്റല്ലേ. ഞങ്ങള് കല്യാണ്ട് അതിന് മുമ്പേ ഇവിടുത്തെ കുറച്ച് ഓർമ്മകൾ പറഞ്ഞെടുക്കാനാണ് വീഡിയോയില്. അത് ഞങ്ങൾ പോയിക്കോളാം. ഇത് നെല്ലിക്കാമരം. ഈ നെല്ലിക്കാമരത്തിന് പ്രത്യേകം എന്താ വെച്ചാൽ അലച്ചാട്ടി ഈ കരണ്ടി കമ്മിയുണ്ട് ജി. അലച്ചാട്ടി ഈ നെല്ലിക്ക തിന്നാലെ കമ്പം കൊണ്ട് സാബി എന്താട്ടി അലിഞ്ഞട് കയറിയമേ. അന്ന് ഈ സാധനം എത്ര വലുപ്പമല്ല മരം, മനസ്സിലായോ? വലിഞ്ഞട് കയറിയങ്ങാണ്ട് ആ നേരത്ത് ആ മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഈ കമ്പിനെക്കാട്ടും ഒരു ഇത്തിരിയും കൂടി ഹൈറ്റിലുള്ളൂ. കമ്പിമണ് പിടിച്ചു പൂക്കാൻ പോയപ്പോൾ ഇപ്പം ഷോക്ക് അടിച്ചാണ്ട് താഴത്തേക്കാണ് പോണു. പക്ഷേ ഇതിൻ്റെ വിറ്റ് എവിടെ കിടക്കണമെന്ന് അറിയോ? അങ്ങനെ അലച്ചാട്ടി പോണിട്ടും നെല്ലിക്ക തിന്നാലും ഇപ്പം എൻ്റെ ആ ഒരു കമ്പുണ്ടല്ലോ, ആ അതിർപ്പം കൊണ്ട് ഇപ്പം എന്താട്ടിക്കണേ സാധനം മൊത്തം പൊറുക്കി വിറച്ച് പൂണാണ്ട് സാധനം മൊത്തം പൊറുക്കിയാണ്ട് കീസിലാക്കിയാണ്ട് ആണ് പോയി. അതാണ് ഇവിടുത്തെ ഓർമ്മ. ഇനി അവിടെ ഒരു ഓർമ്മ ഉണ്ട് നമുക്ക്. ഏത്? ഇത് നമ്മളെ ഗവൺമെൻറ്റിൻ്റെ പഴയ, ഇത് ഒരുപാട് പഴക്കമുള്ള സ്ഥലമാണ്. നമ്മളെ ദിൽനാസിൻ്റെ കൂട്ടുകാരൻ പറഞ്ഞില്ലേ ഞാൻ ഇവിടുത്തെ ഖജാൻജി ഒന്ന് ഇങ്ങനെ പേരെയാണത്. പണ്ട് പറഞ്ഞാൽ ഇപ്പം ഇത് പാർക്കായി, ടൗൺ സ്ക്വയർ പാർക്കായി മാറി. പണ്ട് പറഞ്ഞാൽ നമ്മളെ മാങ്ങയും ചക്കയും ഒക്കെ പറിച്ചാൽ ഒരു ബർമ്മ തൊടു. ഇപ്പോൾ കുഞ്ഞുണ്ണി മാഷ് അറിയില്ലേ? കുഞ്ഞുണ്ണി മാഷ് ക്ലാസ് എടുത്ത സത്യത്തില് ഈ വട്ടമൂച്ചിമത്തെ മാങ്ങ ഉണ്ടല്ലോ, അടിപൊളി ടേസ്റ്റാണ്. നമ്മളെ നാട്ടിലെ കൂട്ടുകാരും കൂടി കാണിച്ചു തരാട്ടാ. ഈ ചെറുത് ഇത് ഇവിടെ അബു ആൻഡ് ടീമുണ്ട്, ജംബിലൂനി ഉണ്ട്, ആദിലുണ്ട്, പിന്നെ ഇഷ്ടംപോലെ ചെറുക്കന്മാരുണ്ട്. പൊണ്ടാട്ടിനെ കണ്ടില്ലല്ലോ, ഇതാണ് പൊണ്ടാട്ടി കേട്ടോ. പൊണ്ടാട്ടിനെ കാണാത്തവർക്ക് പൊണ്ടാട്ടിനെ കാട്ടാനാണ്. പിന്നെ നോക്കിയാ ഈ വണ്ടി എങ്ങനെയുണ്ട്? ഇജെടുത്താലും പറഞ്ഞാൽ നമ്മൾ എടുക്കും. നമ്മളെ വണ്ടിയാണ്, എൻ്റെ പുതിയ വണ്ടിയാണ്. കാര്യത്തില് എൻ്റെ പുതിയ വണ്ടിയാണ്. എനിക്ക് കോളേജിൽ പോകാൻ സ്കൂട്ടിയാണെന്ന് പറഞ്ഞില്ലേ എനിക്ക്? എൻ്റെ പുതിയ വണ്ടിയാണ്. ഇഷ്ടപ്പെട്ടോ? ഡ്രസ്സല്ല, കളർ ഇഷ്ടപ്പെട്ടില്ല. ഇന്നലെ ഷോറൂമിൽ നിന്ന് ഇറക്കിയാണ്. ഇന്നലെ അപ്പമാനെ പറ്റിച്ചു. അപ്പ ഡെലിവറി എടുത്ത് അപ്പമാനോട് പറഞ്ഞ് വണ്ടി കേട നിൽക്കണ പറഞ്ഞാണ്ട് ഷോറൂമിൻ്റെ അടുത്ത് കയറാൻ പറഞ്ഞു. റോഡ് സൈഡിൽ വണ്ടി സൈഡാക്കി ബോണറ്റ്
ഏത് അന്ന് എന്നിട്ട് എന്തൊക്കെ നോണ പറഞ്ഞാണ് ഞാൻ ഒപ്പിച്ചെന്നറിയോ? ഇത് പൊട്ടേണ്ടതിന് സംഭവം. ഞാൻ എന്നിട്ട് വേറെ എന്തൊക്കെ നോണയൊക്കെ പറഞ്ഞ് ഒപ്പിച്ചാണ്ട് ഇങ്ങോട്ട് എത്തിച്ചേക്കാണ്. വണ്ടി ഇഷ്ടപ്പെട്ടോ എനിക്ക്? ഓട്ടി വെക്കുന്ന ഓട്ടി വെക്ക് ഓട്ടം കഞ്ചൂലേ? ഇപ്പൊ പേടിയാ. ഇപ്പോൾ വേജാറിയിക്കണ്. ഇപ്പൊ ആകെ ടെൻഷൻ ആയിക്കണ്. വണ്ടി വേണ്ടേ? അല്ലെങ്കിൽ അതിനോട് പേര് കൊണ്ടുപോകാൻ മാറി വേണ്ടെങ്കിൽ. ഇന്നലെ മൊത്തം എൻ്റെ പേര് തന്നെ വണ്ടി. പുതിയ വണ്ടി ഇറക്കിയതാണ്. എനിക്ക് വണ്ടി വേണ്ട തോന്നുന്നു. ആ അപ്പോൾ ഓക്കെ സംഭവങ്ങൾ പറക്കാൻ തുടങ്ങിയാണ്. അതാണ് അവളെ പ്രശ്നം. അവള് സോഷ്യൽ ആങ്സൈറ്റി കുറച്ചുണ്ട്, പേടിയാണ്. ഇനി ഉമ്മാനെയും കൂടി പറ്റിച്ചണം. ആപ്പാപ്പാക്ക് ഇന്നലെ അറിയാം. ആപ്പാപ്പാനെ ഇന്നലെ പറ്റിച്ചിന്. ആപ്പാപ്പ പറഞ്ഞ ചെപ്പേട്ടോ, ചെപ്പാനെ ആപ്പാപ്പാന്ന് വിളിച്ചില്ല. അല്ലെ വ്ളോഗിൽ അറിയാത്തവരുണ്ടാവും. എന്നാ ഇനി ഇമ്മാനെ പറ്റിച്ച ഇപ്പൊ പോയാലോ? ഇമ്മാനെ പിന്നെ പറ്റിച്ച ഇത് പുറത്ത് പറയത്തിട്ടാ. വണ്ടി നിങ്ങൾ എന്താ കാട്ടേണ്ടി അറിയോ? എവിടെയെങ്കിലും കീപ്പ് ചെയ്യണം. കീപ്പ് ചെയ്ട്ടോ. വൈകുന്നേരം ഞാൻ വന്നിട്ട് നോക്കാം. ഇജൊന്ന് വണ്ടി ഓട്ടി നോക്കാം. നാളെ ഒരു വണ്ടി ഓട്ടിക്കോ. ഞാനും വരണോ? അതാ ഇത് ഓപ്പൺ ആക്കി ആയിട്ട് കറക്കിയാ മതി. എനിക്കറിയില്ലേ? അതൊക്കെ വാങ്ങി ഇജ്ജ് കൊറേ പറയുന്നു. ബിസ്മി ചൊല്ലിയാണ്ട് വണ്ടി എടുക്കണം. ഇവിടെ ഇതാട്ടോ ഇതുമല്ലേ സാധനം. സ്റ്റാൻഡ് ഇട്ടില്ലേ? വിട്ട അതിമ ഇങ്ങനെ പിടിച്ചിക്കല്ലേ, ഒറ്റടിക്ക് സ്റ്റാർട്ടാവും. പോട്ടെ ബിസ്മി ചൊല്ലെടുക്ക്. പോട്ടെ. ഞങ്ങൾ പോകണേ. വണ്ടി എടുത്തു. എൻ്റെ വണ്ടിയാണ്. ഇഷ്ടപ്പെട്ടോ? സൂപ്പറാണോ? വണ്ടി ലൈക്കായോ? വണ്ടി തിരിച്ച് പതുക്കട്ടോ. ഡിസ്ക്കാണ്. ആ പുതിയ വണ്ടിയാണ്. 1 കിലോമീറ്റർ പോലും ഓടിയിട്ടില്ല. കണ്ടോ കിലോമീറ്റർ നോക്കുക. ഇതാ ആ പുതിയ വണ്ടി ഇന്നലെ ഷോറൂമിൽ നിന്ന് ഇറക്കിയതാണ്. 1,26,000 കൊടുത്തിക്കണേന്. വെറുതെ കിട്ടിയതല്ലേ. ഇഷ്ടപ്പെട്ടില്ലേ? എന്നാ ഇനി പതുക്കെ അവിടെ സൈഡാക്കിക്ക. ഞാൻ തള്ളിയിടല്ലോ കേട്ടോ. മാനം കെടുത്തല്ലേ അമ്മേ. ഇറങ്ങിക്കോ. ഞാൻ എൻ്റെ ഡ്രസ്സ് കൊടുക്കും. അതാണ് ഡ്രസ്സൊക്കെ നോക്കിയാണ്ട് വണ്ടി വിട്ടുണ്ട്. എന്നാൽ വണ്ടി നിങ്ങളെ ഏൽപ്പിച്ചു, ഞാൻ പോവുക. ഓക്കെ. അപ്പോൾ ഗായ്സ് പെണ്ണുങ്ങളെയും പറ്റിച്ചു കേട്ടോ. ഇനി എൻ്റെ ഓമന ആയഞ്ച് ഉമ്മ ഉണ്ട്. ഇമ്മാനെ പിന്നെ ഈസിയായിട്ട് പറ്റിച്ച ഇമ്മാനെ പിന്നെ ഈസിയായിട്ട് പറ്റിച്ച. ഇമ്മാനെ മറ്റേ പേരൻ്റെ മുന്നത്തെ മതിലിൻ്റെ അവിടെ ഇട്ടേ അവിടെ എന്തെങ്കിലും ഇമ്മാൻ്റെ തേങ്ങയും മുളകൊക്കെ ഉണ്ടാവും. അത് അണ്ണാൻ തിന്നുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഉമ്മ വേഗം വണ്ടി വരും പേടിച്ചുണ്ട്. അപ്പോൾ ഇമ്മാനെ അങ്ങനെ പറ്റിച്ചാൽ മൈൻഡാണ്. ഇപ്പം നമ്മൾ കല്യാണത്തിന് പോട്ടെ. വൈകുന്നേരം കല്യാണം കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മൾ ഉമ്മാനെ പറ്റിച്ചത്. ഓക്കെ. അപ്പം ഇനി ഉമ്മാനെ പറ്റിച്ചനെ കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ വിജയകരമായി നെജുമിനെയും പറ്റിച്ചു കേട്ടോ. പെണ്ണുങ്ങളെയും പറ്റിച്ചു. അപ്പം ഇനി അടുത്ത പരിപാടി പെണ്ണുങ്ങളെ പറ്റിച്ചിട്ട് ഞാൻ നേരെ കല്യാണത്തിനാട്ടോ പോയത്. കല്യാണം കഴിഞ്ഞിപ്പോൾ വന്നിട്ടുള്ളൂ. എന്നിട്ട് കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി വണ്ടി കൊണ്ടുവന്നു. എൻ്റെ വീട് അവിടെയാണ്. വീട്ടിലേക്ക് പോകണം. പക്ഷേ ഇമ്മ പുറത്ത് തന്നെ ഇരിക്കേണ്ടതെന്ന് പറഞ്ഞത്. ഞാൻ നെജുമ വിളിച്ചപ്പോൾ ഇമ്മ സിറ്റ് ഔട്ടിൽ ഇരിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താ കരുതുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്ഫലിൻ്റെ ഒപ്പം കൂട്ടുകാരൻ്റെ ഒപ്പം സ്കൂട്ടി കൊണ്ട് പോവുക. അപ്പോൾ ഓൻ്റെ ഒപ്പം കയറി ചെല്ലുമ്പോൾ മക്കളുടെ ഡൗട്ട് അടിച്ചില്ല. ഓൻ്റെ വണ്ടി എന്നേ കരുതുള്ളൂ. അങ്ങനെ കയറി ചെന്നിട്ട് വണ്ടി അവിടെ വെക്കുന്നു. ജസ്ഫൽ വേണമെങ്കിൽ കുറച്ച് അങ്ങോട്ട് മാറിയൊക്കെ എന്തെങ്കിലും ചെയ്തുകൊണ്ട് ഫോൺ പിടിച്ചോണ്ടി കുഴപ്പമില്ല. കാരണം ഞാൻ മൈക്കും കൊണ്ട് എന്തായാലും സംസാരിച്ച് പോകും. ഞാൻ മടുത്ത് നിന്നിട്ട് വണ്ടി എങ്ങനെ ഉണ്ട് ചോദിച്ചാൽ ഇനി വേറെ നമ്മൾ പിടിച്ചെടുത്താൻ ഇതൊന്നുമില്ല. നേരെ വണ്ടിയും കൊണ്ട് മുന്നിൽ ചെല്ലുകയാണ്. അവിടെ ചെന്നിട്ട് ഓൻ്റെ ക്യാമറ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഡൗട്ട് അടിച്ചു. പക്ഷേ വണ്ടിൻ്റെ കാര്യത്തിൽ ഡൗട്ട് അടിച്ചാൽ സാധ്യതയില്ല. പക്ഷെ എന്നാലും ക്യാമറ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടാവും. ഏത് നോക്കാം. ഏതായാലും വണ്ടിമ്മ കയറി പോകാൻ നോക്ക്. വാ വണ്ടി ചാട്ടാക്കി പോട്ടെ. ചാച്ചാൻ അയ്യോ ഞാൻ ഇപ്പോഴാട്ടെ വണ്ടി എടുക്കണേ. ഞാൻ ഇതുവരെ ഓട്ടിയിട്ടില്ല. ഞാൻ നടാട് വിട്ടാണ്. ബിസ്മില്ലാ. ഞാൻ പൊട്ടുകണ്. എണ്ണയൊന്നുമില്ല. ചങ്ങായി 1.5 ലിറ്റർ എണ്ണ ഇപ്പൊ ഇത്. എത്താ ഇത്?
അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തുറന്ന ഇമ്മണ്ട് കേട്ടോ അവിടെ പുറത്ത് ഇമ്മണ്ട്. നമുക്ക് പോയേക്കാം. തുറന്നാണോ? എൻ്റെ ലാപ്പിൻ്റെ ബാഗ് എവിടെ? ലാപ്ടോപ്പിൻ്റെ ബാഗ് എവിടെ ചിനോ? അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ലാപ്ടോപ്പിൻ്റെ ബാഗ് എടുക്കാൻ വന്നാട്ടാ. അമ്മ ജസ്വലിൻ്റെ പുതിയ വണ്ടിയാ. ഓൻ പുതിയ വണ്ടി എടുത്തു. എങ്ങനെയുണ്ട് വണ്ടി? എങ്ങനെയുണ്ട്? ഗായ്സ് ക്യാമറ കണ്ടപ്പോ മനസ്സിലായില്ലേ നിങ്ങക്ക്? ക്യാമറ കാട്ടിട്ടില്ല നിങ്ങൾക്ക് മനസ്സിലാവില്ല. എങ്ങനെ അറിയണേ നിങ്ങള്? എങ്ങനെ അറിയണേ? വണ്ടി ഇഷ്ടപ്പെട്ടോ? ഇതേതാ വണ്ടി? സുസുക്കി ആക്ടിവ 125 അല്ലേ? സിഫന്റെ വണ്ടിന്റെ കളറ് സുസുക്കി ആക്ടിവ എന്നൊക്കെ പറഞ്ഞു. ചിലപ്പോ ഇവളോട് ചോദിച്ചു ഏതാ വണ്ടി എടുത്ത് ചോദിച്ചു. ആക്ടിവ പറഞ്ഞു. വണ്ടി ഞാൻ അമ്മനെ പറ്റിച്ചാൻ പറഞ്ഞു. പൊട്ടത്തിയെ വണ്ടി ഇഷ്ടപ്പെട്ടോ? വണ്ടി മോർ റൈഡ് ആണോ നിങ്ങൾക്ക്? പുതിയ വണ്ടിയാണ്, ന്യൂ. വണ്ടി ഇത് കാണും കൂടി വേണ്ട നിങ്ങക്ക്. ഇതാപ്പൊ നിങ്ങള് ഒരു വണ്ടി കൊണ്ടുവന്നിട്ടേ വണ്ടി കാണും കൂടി വേണ്ട. എന്നാ ഞാൻ തിരിച്ചു കൊടുക്ക വണ്ടി. എന്നാ നിങ്ങക്ക് ബീരല്ല വണ്ടിക്ക്. വണ്ടി തിരിച്ചു കൊടുക്ക. ലൈക്ക് ആയിട്ടില്ല? കളർ പറ്റിയില്ല? ഇഷ്ടപ്പെട്ടോ? ജോ പറഞ്ഞോ വണ്ടിമ്മ പോഞ്ഞോ എന്നെ പിടിച്ചോളിട്ടോ. അപ്പൊ ഗായ്സ് ഇമ്മാനെ പറ്റിക്കൽ വളരെ വിജയകരമായി മൂഞ്ചിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും പക്ഷെ ഇവരെ രണ്ടാളും ശരിക്കും പറ്റിച്ചിട്ടുണ്ടോ? ആപ്പനെ ശരിക്കും പറ്റിച്ചിക്കണ്. ആപ്പനെ പറ്റിച്ച അറിയില്ലല്ലോ. ആപ്പാപ്പയാണ് വണ്ടി വാങ്ങി, ചാവി എടുത്ത് വണ്ടി വാങ്ങിയ ആളെ ആപ്പാപ്പ. ഇന്നലെ വണ്ടി ഇറങ്ങിക്കണ്. അത് ഇനി യൂട്യൂബിൽ കാണാം. നിങ്ങൾ കാണണ്ട, നിങ്ങൾ അറിയണ്ട. അത് ഇനി നാളെ ഞാൻ യൂട്യൂബിലൂടെ നിങ്ങൾ കണ്ടാൽ മതി. ഓളും കണ്ടിക്കണ്. നിങ്ങളെ ലാസ്റ്റ് പറ്റിച്ചാന്നാ. നിങ്ങളാണ് ഇപ്പൊ അതായത് പറ്റിക്കല് വിജയകരമായിട്ട് രക്ഷപ്പെട്ട ഒരാള് ഉമ്മ മാത്രം കേട്ടോ. ഓല് രണ്ടാളും മൂഞ്ചിക്കണ്. അതൊന്നാമത് ക്യാമറ ഉണ്ടാവും. ഞാൻ അവനോട് പറഞ്ഞു ക്യാമറ ഉണ്ടാവുമ്പോ ചെറിയ ഡൗട്ട് അടിച്ച സാധ്യത ഉണ്ട്. അതെന്നെ സംഭവം. നിങ്ങൾ കൂടി എന്നിട്ട് പിന്നെ എപ്പോഴാ പാളേ? എവിടെയാണ് എനിക്ക് പാളേ? അടുത്തിട്ട് ശ്രദ്ധിക്കാനാണ്. എവിടെയാണ് എനിക്ക് പേച്ചേ? അല്ല കുഴപ്പമില്ല, ഞാൻ ഇവിടെ രണ്ടാളെ പറ്റിച്ച് മുതലാക്കിയാണ്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരാൻ്റെ വീഡിയോ വെറുതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണല്ലേ? ഞാൻ പറയണ മാതിരി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണല്ലേ? സബ്സ്ക്രൈബ് ചെയ്യ്, എന്നിട്ട് കണ്ടോളി. അപ്പോൾ എല്ലാവരും നിങ്ങൾ ഒരു ചായ അടിച്ചോളി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ മറ്റേ ഇതിലെങ്ങനെ പറയാം, അടുത്ത വീഡിയോ ആയിട്ട് സന്ധിക്കും വരേക്കും വണക്കം. ബൈ.